നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ചില നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നത്. നമ്മെ എല്ലാവരെയും അവിടവിടങ്ങളായി ജയോത്സവമായി ദൈവം സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ചെയ്തു തന്ന് പരിപാലിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23 മുതലുള്ളതായ വാക്യങ്ങൾ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും. സ്വയം തടവറയിലായി പോകാൻ സാധ്യതയുള്ള മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തടവറയിലേക്ക് വ്യക്തികൾ കടന്നു പോകുന്നത്, ബന്ധിക്കപ്പെടുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ വെറുക്കത്തക്ക നിലയിൽ നാം തരം താഴുവാനായിട്ട് പാടില്ല. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നാം ആത്മീയ ജീവിതം നയിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി കാണപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ്, കൈക്ക് പകരം കൈ, പല്ലിന് പകരം പല്ല് എന്നുള്ളതായിരുന്നു വ്യവസ്ഥ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹോദരനെ നിസ്സാരനായി കാണുന്ന മനോഭാവം പാടില്ല. മൂടായെന്ന് വിളിക്കാൻ പാടില്ല. അഗ്നി നരകത്തിന് യോഗ്യനാകും എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ യാഗമർപ്പിക്കുവാനായിട്ട് ഒരു വ്യക്തി യാഗപീഠത്തിലേക്ക് കടന്നു വരികയാണ്. പുതിയ നിയമത്തിലും ദൈവത്തോട് ആരാധന കഴിക്കാൻ, പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നതായ വേളയിൽ സഹോദരനുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം എവിടെയെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് കർത്താവോട് പറയുന്നത്. ആകയാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ, ഞാൻ യാഗമർപ്പിക്കുവാനായിട്ട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വെച്ച് എനിക്ക് ഓർമ്മ വരികയാണ്. അവിടെ വരുന്നത് വരെ ഓർമ്മയില്ലായിരുന്നു. യാഗമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ, ആരാധന അർപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, എൻ്റെ സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെങ്കിൽ. അതാണ് പറയുന്നത്. കൊണ്ടുവരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന്. എനിക്കൊന്നുമില്ല, പക്ഷെങ്കിൽ സഹോദരന് എൻ്റെ നേരെ, നമ്മുടെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ വഴിപാട് അവിടെ വെച്ചനന്തരം, യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ വെച്ചനന്തരം ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. ഈ യാഗവസ്തുവുമായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ആദ്യം വന്ന് സഹോദരനോട് നിറകണം. അടുത്ത ആളിന് യാഗമർപ്പിക്കണമെങ്കിൽ ഈ യാഗപീഠത്തിങ്കിൽ യാഗവസ്തു വെച്ച വ്യക്തി സഹോദരനോട് നിരന്നതിന് ശേഷം വന്ന് യാഗമർപ്പിച്ചിട്ട് അടുത്ത വ്യക്തിക്ക് യാഗമർപ്പിക്കുവാൻ ഈ വചനം അനുസരിച്ച് കഴിയുകയുള്ളൂ. അപ്പോൾ എത്രമാത്രം ഗൗരവത്തോടു കൂടെയാണ് കർത്താവോട് പറയുന്നത്. പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക. നിൻ്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ, വഴിയെന്ന് പറയുന്നത് ഈ ആയുസ്സാണ്, ഈ ജീവിതമാണ്. അത് വേഗം തീരും. ആർക്കും ഞാൻ ഇത്ര വർഷം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. നിൻ്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ്. ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിൽ ആയിപ്പോകും. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയമായി ഒരിക്കലും ജീവിക്കരുത്. ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ നിരന്തരമായി ഉപദ്രവിക്കുകയോ അവർ നിങ്ങളെ പരിഹസിക്കുകയോ തരം താഴ്ത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരെ വെറുക്കത്തക്ക നിലയിലേക്ക് പോകാൻ പെട്ടെന്ന് സാധ്യതയുണ്ട്. എല്ലാവരും, ഈ പറയുന്ന ഞാനായാലും നിങ്ങളായാലും നമ്മളെല്ലാവരും അവരെ വെറുക്കത്തക്ക നിലയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ മനസ്സിലാക്കി നാം ക്രിസ്തു പറഞ്ഞ വചനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയാകണം. ഒരിക്കലൊരു സഹോദരി തൻ്റെ ഭർത്താവിൻ്റെ ദുർനടപ്പിനെക്കുറിച്ചറിഞ്ഞു. അത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വിശപ്പും ഏകാഗ്രതയും ഉറക്കവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതവളെ കോപാകുലയാക്കി തകർത്ത് കളഞ്ഞു.
ഒരു മാനസിക രോഗിയായിത്തീരുമോ എന്ന് ഭയപ്പെടത്തക്ക അവസ്ഥയിൽ അവൾ എത്തിച്ചേർന്നു. ഓരോ ദിവസവും ഉണരുമ്പോൾ തൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സ്ഥലം സഭാ ശുശ്രൂഷകൻ അവളെ ഉപദേശിച്ചു. പ്രാരംഭത്തിൽ പ്രയാസമായി തോന്നിയെങ്കിലും അത് അത്ഭുതകരമായ ഫലമുളവാക്കി. സാവധാനത്തിൽ കോപവും നിരാശയും കയ്പും മാറ്റി അവളുടെ ഹൃദയത്തെ ഭർത്താവിനോടുള്ള ക്ഷമയാലും സഹതാപത്താലും നിറച്ചുകൊണ്ട് അത് ആദ്യമായി അവളുടെ ഹൃദയത്തിൽ തന്നെ ക്രിയ ചെയ്തു. അതിനുശേഷം അവളുടെ ഭർത്താവിൽ വ്യത്യാസമുണ്ടായി. പ്രിയ സ്നേഹിതരെ, ആരെങ്കിലും നിങ്ങളെ ദിവസേന ഉപദ്രവിക്കുന്നതിനാൽ നിങ്ങൾ വ്യാകുലപ്പെടുകയാണോ? അങ്ങനെയെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ചുകൂടെ? ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ മനുഷ്യനെ അനുഗ്രഹിക്കണമേ എന്ന് മുഴുഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. അതാണ് കർത്താവോട് പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് നന്മ ചെയ്യുവീൻ, നിങ്ങളെ ഉപദ്രവിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർക്കായി പ്രാർത്ഥിപ്പീൻ. അത് യേശു പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ്. ക്ഷമിക്കാൻ കഴിയാത്ത ആത്മാവിൽ നിന്ന് നമുക്ക് എങ്ങനെ വിടുവിക്കപ്പെടുവാനായിട്ട് കഴിയും? ആദ്യമായി നമുക്ക് അതിന് മൂലകാരണം കണ്ടെത്തുവാനായിട്ട് കഴിയണം. എങ്ങനെയാണ് ക്ഷമിക്കാൻ കഴിയാത്ത ആത്മാവ് നമ്മിൽ പ്രവേശിച്ചത് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ഇടർച്ചയ്ക്കായും ഇടർച്ചക്കാർക്കായും നാം ദൈവത്തിന് നന്ദി പറഞ്ഞില്ല. നമ്മിൽ ദൈവിക സ്വഭാവം ഉരുവാക്കുന്നതിനായി അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശവും പദ്ധതിയും ഉണ്ടായിരുന്നു എന്ന കാര്യം ഗ്രഹിക്കുവാൻ എന്തുകൊണ്ട് നമുക്ക് സാധിച്ചില്ല? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, അതത്രേ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയോട് എതിർത്ത് നിൽക്കരുത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവം നടത്തുന്ന എല്ലാ അവസ്ഥയ്ക്കും വേണ്ടി നാം അവനെ സ്തുതിക്കാതിരുന്നാൽ നമ്മിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ നാം തടസ്സപ്പെടുത്തുകയാണ്. കൂടാതെ ദുരാത്മാവിൻ്റെ പ്രവൃത്തിയായ കോപക്രോധം ആദികൾക്ക് നാം ഇടം കൊടുക്കുകയാണ്. വാസ്തവത്തിൽ നാം നന്ദി കരയേറ്റേണ്ടത് ഇടർച്ചയ്ക്കായിട്ടല്ല, പ്രത്യുത അത് അനുവദിക്കുന്നതിന് പിൻപിലുള്ള ദൈവിക ഉദ്ദേശത്തിനായിട്ടത്രേ. നമ്മെയും ഇടർച്ച വരുത്തുന്നവരെയും അനുഗ്രഹിപ്പാൻ, നമ്മിൽ ദൈവിക സ്വഭാവം ഉരുവാക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ആ ഇടർച്ചക്കാരനെന്ന് അപ്പോൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ഞാൻ ഈ പറഞ്ഞതായ കാര്യങ്ങൾ ഒരു നിമിഷം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നതായ കാര്യങ്ങളല്ല. എന്നാൽ ക്ഷമിക്കാൻ കഴിയാത്ത ആത്മാവ് നമ്മിൽ ഉണ്ട്. ആ ആത്മാവിനെ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയണം. മരിക്കുന്നതിന് മുൻപേ, കണ്ണടയുന്നതിന് മുൻപേ, ശ്വാസം നിലയ്ക്കുന്നതിന് മുൻപേ, ദൈവം ഓർമ്മശക്തി എടുത്തു കളയുന്നതിന് മുൻപേ, നമ്മെ ദണ്ഡിപ്പിക്കുന്ന പിശാചിൻ്റെ കരങ്ങളിൽ ദൈവം വിട്ടുകൊടുക്കുന്നതിന് മുൻപേ. വ്യവസ്ഥയുള്ളവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഒരിക്കലും എന്നെക്കൊണ്ടത് സാധിക്കത്തില്ല എന്ന നിലവാരത്തിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും മനസ്സിലാക്കിയിരിക്കുന്നതായ നാം എന്ന് ക്ഷമിക്കുന്ന ആത്മാവിനെ പ്രാപിക്കാൻ തയ്യാറാകുമോ, അന്നേ ചില ബന്ധനങ്ങൾ മാറുകയുള്ളൂ, ചില പൈശാചിക പോരാട്ടങ്ങൾ നമ്മെ വിട്ടു മാറുകയുള്ളൂ. ദൈവത്തിന് അതിനോട് നോ പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അനേകമായ പാപങ്ങൾ ദൈവം ക്ഷമിച്ചെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നത് വലിയ കാര്യമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ അടുത്തിടപെടാത്ത വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോലിയിലായിരിക്കാം, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചകൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ കണ്ടേക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ ഒന്ന് അനുഗ്രഹിക്കുവാൻ തയ്യാറാകൂ. ലൈഫിൽ ദൈവം മാറ്റം വരുത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.